അപ്പോൾ ഈ അദീന 2027 ഓഫ്ലൈൻ നീറ്റ് സ്പെഷ്യാലിറ്റി ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ പറയുന്നത് നമ്മുടെ ഫാക്കൽറ്റി ടീമാണ്. ഇവിടെ ഈ നീറ്റിൻ്റെ ഫീൽഡിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള, ഓരോ വർഷവും അവരുടെ ഈ എക്സ്പീരിയൻസും നോളജും ഇങ്ങനെ രാഗി മിനുക്കിക്കൊണ്ടിരിക്കുന്ന മികച്ചൊരു ഫാക്കൽറ്റി ടീമുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ക്ലാസ്സുകൾ മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നീറ്റിൻ്റെ സിലബസിലേക്ക് സ്ട്രിക്ട്ലി അഡർ ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് കുട്ടികളുടെ സമയം കളയാനും പോകുന്നില്ല. എന്നാൽ നീറ്റിന് ആവശ്യമുള്ള ഒരു കാര്യവും കുട്ടി അറിയാതിരിക്കാനും പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പുവരുത്തുന്ന ഒരു ഫാക്കൽറ്റി ടീമാണ് ഈ അദീന ബാച്ചിൻ്റെ അല്ലെങ്കിൽ ക്രിസാലിസിൻ്റെ റിപ്പീറ്റ് പ്രോഗ്രാമിൻ്റെ ഏറ്റവും മികച്ചൊരു സ്പെഷ്യാലിറ്റി. അതുപോലെ തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിൽ ക്ലാസ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഒരേ പേസിൽ ഇത് പിക്കപ്പ് ചെയ്തോളണമെന്നില്ല. അപ്പം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വയർമെൻ്റ് അനുസരിച്ച് ചിലപ്പം ഫാക്കൽറ്റീൻ്റെ നേതൃത്വത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റർമാരുടെ നേതൃത്വത്തിലായിരിക്കാം, കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ടൈംലി ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നമ്മൾ വെച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ സിലബസിൻ്റെ കാര്യത്തിൽ ഒരു കുട്ടിയും ലെഫ്റ്റ് ഔട്ട് ആവില്ല, അല്ലെങ്കിൽ ഫാൾ ബിഹൈൻഡ് ആവില്ല എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഈ അദീന ബാച്ചിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് ഒരു ഉറപ്പ് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റിയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നീറ്റ് ക്ലിയർ ചെയ്ത് മെറിറ്റ് സീറ്റിൽ MBBSന് കേരളത്തിനും പുറത്തുമൊക്കെ പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഓൾമോസ്റ്റ് ഓൾവേസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം നോളജിൽ ഒതുങ്ങി നിൽക്കാതെ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം, എക്സാമിൻ്റെ സമയത്തെ സ്ട്രെസ് എങ്ങനെ നമുക്ക് മറികടക്കാം, അതുപോലെ തന്നെ എക്സാമിൻ്റെ ആ ടൈം മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ക്രൈസിസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതിന് പുറമെ ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന ലാംഗ്വേജ് ബാരിയർ, ഇതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള നടക്കുള്ള വിഷയങ്ങൾ മറികടക്കുന്നതിന്, അവരെ ആ ഒരു ചെറിയ കടമ്പ ചാടി കിടക്കുന്നതിന് ഇവരിൽ നിന്ന് അധികം പ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിൽ ഈ ഒരു ടാസ്ക് ചെയ്ത് കാണിച്ച ആളുകളുടെ ആ ഒരു പ്രസൻസ് നമ്മുടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മെറ്റീരിയൽസിനെ പറ്റിയാണ്. ഈ മുൻ വർഷത്തെ നീറ്റ് സിലബസ് ഒക്കെ കൃത്യമായി സ്റ്റഡി ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ടീമിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മെറ്റീരിയൽസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ നീറ്റിന് ആവശ്യമായ ബേസിക് കണ്ടന്റും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഈ മെറ്റീരിയലിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചറാണ് നമ്മുടെ എക്സാം സ്കീം. ഒരു നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ടൈംലി റിവിഷൻ ആൻഡ് പ്രോപ്പർ എക്സാം പ്രാക്ടീസ്. അപ്പോൾ അതിനുവേണ്ടി ക്രിസാലിസ് വളരെ സ്ട്രക്ചേർഡ് ആയ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും അന്നന്ന് പഠിപ്പിച്ചതിൻ്റെ എക്സാം നെക്സ്റ്റ് ഡേ ഡെയിലി എക്സാംസ് ആയിട്ട് നടത്താറുണ്ട്. അതുപോലെ ഇവർ ഓരോ വീക്ക്ലി മന്ത്ലി അടക്കം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാറ്റേൺ ഇട്ട് മുൻകൂട്ടി നിശ്ചയിച്ച് എക്സാമുകൾ നടത്തി കുട്ടികൾക്ക് ഈ ഒരു ഡാറ്റ മുഴുവൻ പാക്ഡ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ ഉള്ള എല്ലാ ശ്രമങ്ങളും ക്രിസാലിസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല, വൺസ് നമ്മൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ബയോ എക്സാംസ്, സൂപ്പർ സീരീസ് എക്സാമുകൾ, നൈറ്റ് ഫിസിക്സ് എക്സാമുകൾ തുടങ്ങി മാറ്റി എക്സാംസ് നടത്തി നമ്മൾ എന്ത് ചെയ്യും, വിദ്യാർത്ഥികൾ റിവിഷൻ നടത്തുന്നുണ്ട്, അവർ പിറകോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും. അതിന് പുറമെ സീരീസ് എക്സാമുകളും നീറ്റ് മോക്ക് ടെസ്റ്റുകളുമായി കഴിഞ്ഞ വർഷത്തെ നീറ്റിൻ്റെ പേപ്പറുകളൊക്കെ കൃത്യമായി സ്റ്റഡി ചെയ്ത് തയ്യാറാക്കുന്ന സീരീസ് എക്സാമുകളും നീറ്റ് മോക്ക് ടെസ്റ്റുകളും ഒക്കെ നടത്തി ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നീറ്റ് എക്സാം എന്നത് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു ബാലികേറാ മലയല്ല, മറിച്ച് നമ്മൾ എന്നും ചെയ്ത് പ്രാക്ടീസ് ചെയ്തൊരു കാര്യം മാത്രമാണ് എന്നൊരു തോന്നലുണ്ടാക്കാൻ പാകത്തിനുള്ള എക്സാമുകൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മൾ അതിനുള്ള അറ്റ്മോസ്ഫിയറും അമ്യൂണിറ്റീസും ഫെസിലിറ്റീസും കൊടുക്കുക എന്നുള്ളത്. അപ്പം ക്രിസാലിസിൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണയിലെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. അവർക്ക് അവിടെ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആയാലും അവരുടെ ഫുഡായാലും കെയർ ആയാലും ഒക്കെ അൺകോംപ്രമൈസ്ഡ് ആണ്. ഒരു കുട്ടിയെ പഠിക്കാൻ ഏറ്റവും മികച്ച രീതിയിൽ ഫേവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വരുന്ന ഓരോ കുട്ടിക്കും ഉള്ളത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള മനസ്സും ഒരു വർഷവും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, ക്രിസാലിസിൻ്റെ അദീന ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തോളൂ. എന്നിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നിങ്ങൾ കൃത്യമായിട്ട് പുട്ട് ചെയ്യുകയാണെങ്കിൽ ക്രിസാലിസിൻ്റെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അടുത്ത വർഷം ഇതേ സമയമാകുമ്പോഴേക്കും നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് ഏത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ എടുക്കാം എന്നുള്ള ഇതേപോലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ഇനിയൊന്നും വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ക്രിസാലിസിൽ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു.